കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെയും വചനദീപ്തിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ നടുവിലേക്ക് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് വയനാട്ടിൽ നിന്ന് സിസ്റ്റർ അന്നമ്മ തോമസ് വളരെ സന്തോഷവതിയായിട്ട് നമ്മുടെ നടുവിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നടുവിൽ തന്റെ അനുഭവങ്ങൾ ധാരാളമായിട്ട് പങ്കുവെക്കുവാനുണ്ട്. കർത്താവിന്റെ ദാസി കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ തന്റെ വേലയിലായിരിക്കുന്ന അനുഭവങ്ങൾ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചൊക്കെ അധികമായിട്ട് വർണ്ണിക്കുവാനുണ്ട്. അതിന് മുൻപായിട്ട് കർത്താവിന്റെ ദാസിയെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് സാക്ഷ്യത്തിന് മുൻപായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ സമയക്കാലം അവിടുത്തെ പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ നോക്കിയാണ്. കാലാകാലങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അവിടുത്തെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഓരോരുത്തർക്ക് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും, അപ്പോൾ തന്നെ ഇത് മറ്റു മീഡിയകളിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർക്കും, യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒക്കെയും ഒരനുഗ്രഹത്തിന് കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്തദാസിയെ ശക്തമായി കരങ്ങളിൽ വഹിക്കണമേ. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ അഭിഷിക്തിയെ ഉപയോഗിക്കുവാനായിട്ട് അടിയൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വേള ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തണം. കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം യാതൊരു വിധത്തിലും പ്രതികൂലം ഉണ്ടാകാതെ എല്ലാം ഞങ്ങൾക്ക് നന്നായി ചെയ്തു തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആന്റി സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. ആന്റി വയനാട്ടിൽ ഏത് സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? മീനങ്ങാടി പഞ്ചായത്തിൽ കൊളവപ്പാറ എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നതിൽ സന്തോഷവതിയാണല്ലോ. കർത്താവിന്റെ ദാസിക്ക് ഇന്ന് പകൽക്കാലം തുടരാം. ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിന് നന്ദി. ദാസിയുടെ സാക്ഷ്യം കേൾക്കേണ്ടതിനായിട്ട് പ്രേക്ഷകരെ നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ദാസിയെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ബീന തോമസ് സിസ്റ്റർക്കും എന്നെ കേട്ടിരിക്കുന്നതായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഞാനൊരു പാരമ്പര്യ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. എന്നാൽ എൻ്റെ ജനന സമയം മുതൽ ശത്രുവായവൻ എന്നെ തകർത്ത് കളവാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഒരു മോശക്കുഞ്ഞ് ജനിച്ച സമയം 3 മാസമായപ്പോൾ മുതൽ അതിനെ തകർത്ത് കളവാൻ ഫറവോൻ ശ്രമിച്ചു. അന്നുണ്ടായിരുന്ന അനേക കുഞ്ഞുങ്ങളെ കൊന്നു. ആ കൂട്ടത്തിൽ മോശക്കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചെങ്കിലും അവരുടെ മാതാപിതാക്കള് ആ കുഞ്ഞിനെ ഒരു പെട്ടകത്തിനകത്താക്കി ഗലീല തടാകത്തിൽ കൊണ്ടുവന്ന് ഒഴുക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഒഴുക്കിക്കളയാതെ ആന്റി നൈൽ നദിയിൽ ഒഴുക്കിയത്. നൈൽ നദിയിൽ ഒഴുക്കിക്കളയാൻ ശ്രമിച്ചെങ്കിലും കർത്താവ് ആ നദിയിൽ ഒഴുക്കിക്കളയാതെ ഒരു രാജകുമാരിയെ കൊണ്ടുവന്ന്, ഫറവോന്റെ പുത്രിയെ കൊണ്ടുവന്ന് എടുക്കുവാൻ ദൈവം ഇടയാക്കി. എന്നതുപോലെ ചെറുപ്രായം മുതലേ ഒഴുക്കിക്കളയുവാൻ, പല വിധത്തിൽ ഒഴുക്കിക്കളയുവാൻ ശത്രുവായവൻ ശ്രമിച്ചു. എങ്കിലും കർത്താവ് അവിടെ നിന്നൊക്കെയും കൊണ്ടുവന്ന് ആ രംഗങ്ങളെ ഓർക്കുകയാണ്. രോഗിയായിട്ട് എൻ്റെ
ഇടത്തെ കാലിന്റെ മോൾ വശത്തായിട്ട് അരയുടെ താഴെ വശത്തായിട്ട് ഒരു ചെറിയ ഞൊണൽ പോലാണ് വന്നെങ്കിലും അത് വലുതായി വീർത്ത് വലിയൊരു മുഴയായി മാറി. അങ്ങനെ അത് കീറി കളയേണ്ടി വന്നതായ ഒരു സന്ദർഭം എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നായിരുന്നു. എന്നാൽ വളരെ ദാരിദ്ര്യത്തിൽ കൂടെയാണ് ആ നാളുകളിലൊക്കെ ഞാനും എൻ്റെ പിതാവും എൻ്റെ മാതാപിതാക്കളും കടന്നുപോയത്. വളരെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലായിരുന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൃപയാലാണ് ഞങ്ങൾ ആ നാളുകളിലൊക്കെ നിന്നതും ജീവിച്ചതും. അതൊക്കെ കർത്താവിന്റെ കൃപയാണ്. സമുദായത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിലും കർത്താവിന്റെ കൃപ കൊണ്ടാണ് അന്നൊക്കെ ജീവിച്ചത്. എന്നാൽ അത് ആ കാലഘട്ടം കഴിഞ്ഞെങ്കിലും രണ്ടാമത് പിന്നെയും അവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറേണ്ടതായ ഒരവസ്ഥ വന്നു. ഞങ്ങൾക്കന്ന് വീട് സ്ഥലവും ഒന്നുമില്ല. ഞാൻ ജനിക്കുന്ന കാലത്തൊന്നും വലുതായിട്ട് ഞങ്ങൾക്ക് സ്വത്തോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മറ്റൊരു ആളിന്റെ പറമ്പിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എൻ്റെ ചെറുപ്രായമൊക്കെ ഞാൻ ഓർക്കുന്നു. മറ്റൊരുത്തരുടെ പറമ്പിൽ ഇങ്ങനെ ജീവിച്ചു വന്നവരാണ്. അവിടെ നിന്ന് അത് കഴിഞ്ഞ് എൻ്റെ ഇളയത്തുങ്ങളായിട്ട് 6 പേരും കൂടെ ജനിച്ചു. ഞങ്ങള് 7 പേരോളമായി. അപ്പൊ അവിടുന്നും മാറേണ്ടി വന്നു. 2 സ്ഥലമായി. മൂന്നാമത്തെ സ്ഥലത്ത് വന്ന് വേറൊരാള് ഒരു പുറമ്പോക്ക് സ്ഥലം ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു. അത് ഈ പള്ളിയുടെ പുറമ്പോക്കായിരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് 3 കുഞ്ഞുങ്ങളുണ്ടായത്. അതിന് മുമ്പേ ഞങ്ങൾ 4 പേരും, അത് കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങൾ, അങ്ങനെ 7 മക്കൾ ഞങ്ങളുണ്ടായി. പക്ഷെ ഈ 7 മക്കൾക്ക് ചെലവിന് കൊടുക്കാനോ അവരെ പോറ്റി പുലർത്താനോ എൻ്റെ അപ്പനുള്ള കഴിവില്ലായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ അന്നേരം എൻ്റെ അമ്മയാണ് ജോലിക്ക് പോകുന്നത്. എവിടെങ്കിലും ഓലമടയാനോ കാപ്പിക്കുരു കുത്താനോ നെല്ല് കുത്താനോ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു അമ്മ. അപ്പം കുഞ്ഞുങ്ങളെ നോക്കേണ്ട കടമ എൻ്റേതായിരുന്നു. വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പന് കിട്ടുന്ന പണിക്കൂലിയിൽ പകുതി അപ്പൻ തന്നെ ചെലവാക്കും. പിന്നെ കാൽഭാഗമാണ് കൊണ്ടുവരുന്നത്. പകുതി മുക്കാലും ചെലവാക്കിയിട്ട് കാൽഭാഗം മാത്രമാണ് വീട്ടിൽ കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്നാലും അതിൻ്റെ പിന്നിൽ ഭയങ്കര പ്രതിസന്ധികളായിരുന്നു. ഇടർച്ചകളും ഭിന്നതകളും ഉണ്ടാക്കി കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ലാതാണ് ഞങ്ങളുടെ എൻ്റെ ഇളയത്തുങ്ങളും ഒക്കെ വളർന്നു വന്നത്. എങ്കിലും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. ഒന്നുപോലും ആ സമയങ്ങളിൽ ഞങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ പ്രാണൻ ആരുടെയും നഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പശുവിനെയൊക്കെ മേടിച്ച് ഇങ്ങനെ ജീവിക്കാമെന്നൊക്കെ കണ്ടു. ഞങ്ങൾ കുറെ കൂടെ പ്രായമായി അറിവായപ്പോഴത്തേക്ക് ഓരോരുത്തരും മറ്റു വീടുകളിലൊക്കെ ഓരോ പണി ചെയ്യാനും വിശപ്പിന് വേണ്ടി എന്തെങ്കിലും ആഹാരം തരും, അങ്ങനെ പോകുമായിരുന്നു. സ്കൂളിൽ വേണ്ട പോലെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല. പഠിക്കാൻ അപ്പൻ ഇങ്ങനെ അമ്മ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തരണം, അല്ലെങ്കിൽ അമ്മ കൊണ്ടുവന്നാൽ അല്പം മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 1 കിലോ അരി ആയിരിക്കും, എന്തെങ്കിലും ചിലപ്പം ചില സാധനങ്ങൾ മാത്രമായിരിക്കും. അപ്പനും കൂടെ വീട്ടിൽ കൊണ്ടുവന്നാലേ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം, എല്ലാവർക്കും 6-7 പേരില്ലേ, അവർക്കെല്ലാം ഭക്ഷണം വേണ്ടേ. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ട് ഓരോ കുഞ്ഞുങ്ങളും ഓരോരുത്തടുത്ത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പം തന്നെ ഓരോ വീടുകളിലേക്ക് പോകും. അങ്ങനെ ഓരോ വീടുകളിൽ ചെല്ലുന്ന ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. ചിലർ പണിയെടുപ്പിക്കും. പണിയെടുത്താലും വയറ് നിറയ്ക്കുവാനുള്ള ഭക്ഷണം അവർക്കും കിട്ടുകയില്ല. വൈകിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭാരവും വേദനയും ദുഃഖവുമായിട്ട് മാറി. അന്നൊക്കെ ഞാൻ കുറെ കൂടെ അറിവായപ്പോഴത്തേക്ക് എനിക്കൊരു സ്വസ്ഥത ഇല്ലാതെ ഞാൻ വളർന്നു വരുന്നൊക്കെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരനുഭവം. കാരണം മാതാപിതാക്കളെ വീട്ടിലൊരു ഇടർച്ചയും പിന്നെ ആർക്കും വിശപ്പ് പോലും അടങ്ങുന്നില്ലല്ലോ. അപ്പം പിന്നെ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി. എങ്കിലും ഞാൻ ഒരു തരത്തിൽ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ചു. അതുവരെ പഠിക്കാനിടയായി. അത് കഴിഞ്ഞിട്ട് ഓരോ വീടുകളിൽ പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോഴും സമാധാനമില്ല. പ്രതിസന്ധികളിലാണല്ലോ, പല വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരിക്കൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിങ്ങനെ സമാധാനം ഇല്ലാതെ ഞാൻ ഇങ്ങനെ അലയുന്നതായ സമയത്ത് ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു.
ഞങ്ങളോട് സുവിശേഷമൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഈ പാരമ്പര്യത്തിന്റെ കെട്ട് ഞങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അന്നൊക്കെ പെന്തക്കോസ്തിന്റെ ഒരു മാർഗം ഞങ്ങളുടെ ആ ഏരിയയിൽ ഇല്ലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് എരുമേലി കനകപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പെന്തക്കോസ്തിന്റെ ഒരു അനുഭവം അന്ന് ഇല്ലായിരുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അടുത്ത് ഒരു ഈ വേട്ടവന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടര് രക്ഷിക്കപ്പെട്ടു. അവര് മുക്കട എന്ന സ്ഥലത്ത് നിന്ന് അവിടെ ആൾക്കാർ വന്ന് അവര് രക്ഷിക്കപ്പെട്ടു. അവര് സ്നാനപ്പെട്ടു. അവര് ഭയങ്കര ആരാധന അവിടെ തുടങ്ങി. കൈയടിച്ച് പ്രാർത്ഥിച്ച് ഒരു ആരാധന അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ദേശത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഉന്നതന്മാരാ. ഈ സാധുക്കളുടെ ഒരിക്കലും അങ്ങനെ ആരും പോകത്തും വരുത്തും ഒന്നുമില്ല. ഇവര് മറ്റ് താണ ജാതി ആയതുകൊണ്ടും ഒട്ടുമേ അങ്ങനെ വരത്തില്ല. അങ്ങനെയുള്ളതായ ഇവരെ പണിക്ക് മാത്രമേ വിളിക്കത്തുള്ളൂ എല്ലാവരും. അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് ഞങ്ങളെല്ലാം പോകാൻ തുടങ്ങി, ഈ ദൈവവചനം കേൾക്കാൻ. അപ്പൊ എല്ലാവരോടും ഈ പ്രവചനത്തിൽ കൂടെ നിനക്ക് ഇന്നത് വരും, നിനക്ക് ഇന്നത് കൊണ്ടാണ് ഇന്നത് എന്നൊക്കെയുള്ളതായ പ്രവചിച്ച് പറയുന്ന ഒരു ഇതുണ്ടായി. എന്നാൽ അതേക്കുറിച്ചൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം പ്രതിഫലം തരുന്നു എന്നൊക്കെയുള്ള ദൈവത്തിന്റെ വചനം പിന്നീടാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ആ സമയങ്ങളിലൊന്നും അത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങള് ഇവരുടെ അവിടെ പോകും എങ്കിലും ആൾക്കാരൊക്കെ ഞങ്ങളെ വിലക്കാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ തുടങ്ങി. എൻ്റെ അപ്പൻ ഏറ്റവും കൂടുതൽ വിലക്കി. ഞാൻ ഒളിച്ചും പാത്തും ഒക്കെ പോകാൻ തുടങ്ങി. അമ്മ എന്നോട് പറയാ, നീ പൊക്കോളാൻ പറയും. അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മർത്തമായിലായിരുന്നെങ്കിലും മർത്തമാക്കാരത്തിയായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രതിസന്ധി ഒക്കെ വരുമ്പോഴും അപ്പൻ എവിടെയെങ്കിലും ഒക്കെ 2-3 ആഴ്ചയ്ക്കൊക്കെ അങ്ങ് പോകും. പോയേച്ച് വരുമ്പം എന്തെങ്കിലും ലഹരി പിടിച്ചായിരിക്കും വരുന്നത്. വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്തിടും. പിന്നെ അലമ്പാണ്. ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് വീട്ടില്. അപ്പം പിന്നെ ആർക്കും ഒരു സമാധാനമില്ല. ഇങ്ങനെ സമാധാനമില്ലാതെ അലഞ്ഞ സമയത്ത് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഉള്ള വീട്ടിൽ ജീവിച്ചിട്ട് ദൈവമേ ഇങ്ങനൊരു ജീവിതം എന്തിനാണ്? ദൈവം എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം തന്നേനെ. ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയല്ലെന്നും പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയി. അപ്പം ഓരോ പ്രാവശ്യവും ദൈവാത്മാവ് എന്നെ വിലക്കുക. ദൈവാത്മാവ് വിലക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ വരും. നീ ഇപ്പം മരിച്ചാലുള്ള അവസ്ഥ എന്താണ്? എന്നെക്കുറിച്ച് മനുഷ്യരെന്ത് പറയും? നീ യാക്കോബയിലെ കപ്പ്യാരുടെ മോളല്ലേ എന്നൊക്കെ ചിന്തിക്കും. എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി വരും. ഇപ്പൊ നീ നീ ഇത്രയും പ്രായമായില്ലേ, നിനക്ക് 10-23 വയസ്സായില്ലേ, ഇനി നിനക്ക് മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചാ പോരെ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുക. ആരോ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. എങ്കിലും പിന്നെയും ഈ വീട്ടിൽ വരുമ്പോൾ സന്ധ്യയ്ക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ അവിടെ ഇടർച്ചയും ഭിന്നതയുമാണ്. അമ്മയെ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല, അപ്പൻ അത്രയും പോലും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ അടിയായി വഴക്കായി പിന്നെ മക്കളെല്ലാം കയറി ഇടപെടേണ്ട അവസ്ഥ വരും. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒരു ദിവസം ഞാൻ മരിക്കാനായിട്ട് തീരുമാനിച്ചു. ഇനി ഞാൻ ഇവിടെ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു രാത്രി മുഴുവനും കരഞ്ഞേച്ച് ഒരു 12 മണിയായപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പൊട്ടക്കിണറുണ്ട്. ആ പൊട്ടക്കിണറ്റിൽ ചാടി മരിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ രാത്രിയിൽ ഇറങ്ങിപ്പോയി. കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞ് ആ കിണറിന്റെ അടുത്ത് ചെന്ന് ചാടാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയും എൻ്റെ പുറകിൽ നിന്ന് ആരോ എന്നെ കൈക്ക് പിടിച്ച് പുറകോട്ട് വലിച്ച് മാറ്റി. എനിക്ക് നല്ല അനുഭവമാണ്. അത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അയ്യോ എന്നെ ആരാണ്ട് കണ്ട് ഇവിടെങ്ങാണ്ട് ആരാണ്ട് വന്നു നിൽപ്പുണ്ട് എന്നായിരുന്നു എൻ്റെ ചിന്താഗതി. വീട്ടിൽ കയറി വന്നേച്ച് പിന്നെ ഞാൻ കിടന്ന് കുറേ കരയാൻ അങ്ങോട്ടങ്ങ് തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ ഒരു ദൈവം ഉണ്ടായിരുന്നേ, ഒരു സത്യദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരികയില്ലായിരുന്നല്ലോ.
എൻ്റെ ഇളയത്തുങ്ങൾ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നല്ലോ, എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വളരെ ഭാരത്തോടെ ഞാനിങ്ങനെ കരഞ്ഞോണ്ട് കിടക്കാം. പെട്ടെന്ന് ഒരു വലിയ പ്രകാശം ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, വലിയൊരു പ്രകാശം. അതിന്റെ നടുവിൽ യേശു ക്രിസ്തു തേജസ്സോടെ നിൽക്കുന്ന ഒരു രംഗം. അത് കഴിഞ്ഞ് കർത്താവിന്റെ കരം ഇങ്ങനെ എന്നെ കാണിക്കുക, യേശു ക്രിസ്തുവിന്റെ കരം ഇങ്ങനെ കാണിക്കുക. ആ ആണിപ്പഴുതുള്ള കയ്യിൽ കൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്ന ഒരു രംഗം കാണിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ എൻ്റെ കർത്താവ് ജീവിക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു. ഇങ്ങനെ ഉടനെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ കർത്താവിനെ കൈക്കൊണ്ടില്ല, അങ്ങനെ ഒരു വചനം ഉണ്ടോന്ന് പോലും എനിക്ക് അന്ന് ചിന്തിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല, അങ്ങനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ഒരു ദൈവദാസൻ അറിയാതെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. ഞങ്ങൾ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളുടെ ഭവനത്തിൽ വന്നേച്ച് ഞങ്ങളോട് പറയുവാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണെന്ന്. എന്താണെന്ന് പോലും ഇത് അറിയത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങളുടെ പള്ളി അല്ലാതെ വേറൊരു പള്ളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പെന്തക്കോസുകാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ദേശത്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല. കാരണം അവരെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അവര് നടക്കുന്ന പോലെ നടക്കാൻ നമുക്ക് പറ്റത്തില്ല. അവര് വെള്ള ഉടുപ്പും ധരിച്ച് വെള്ളവസ്ത്രധാരികളായിട്ട് ഇങ്ങനെ പോകുന്നു, അവര് കൈകൊട്ടും. എന്നാൽ അവര് വേണ്ട ഒരു മാതൃക ഇല്ലാതെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കൂടെ താല്പര്യപ്പെടാനേ മനസ്സില്ലാത്ത ഒരവസ്ഥയാണ്. എന്നിട്ടും എൻ്റെ കർത്താവ് എന്നെ വിട്ടില്ല എന്ന് വേണമല്ലോ പറയാന്. പിന്നെ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞ് എല്ലാരും വിവാഹപ്രായമായി. അപ്പോഴത്തേക്ക് എനിക്ക് അതിന് മുമ്പേ യേശുവിനെ അറിയാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. ഈ കർത്താവിന്റെ ദാസന്മാര് വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഈ കൂട്ടായ്മയിലേക്ക് ഞാനും പോകാൻ തുടങ്ങി. ഞാൻ പോകാൻ തുടങ്ങിയത് ഞാൻ ആരും കാണാതെ പോകുന്നത്. കണ്ടാൽ എൻ്റെ വീട്ടുകാരെന്നെ ഉപദ്രവിക്കും, എൻ്റെ സഹോദരങ്ങളെ ഉപദ്രവിക്കും. പോരായെങ്കിൽ അപ്പന് അന്ന് യാക്കോബയിലെ കപ്പിയാരായി, ആ പള്ളിയിലെ കപ്പിയാരായി. അപ്പം വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ അടുത്ത ആ സ്ഥലത്ത് തന്നെ ഈ ജാതികളിൽ നിന്ന് ഏറ്റവും താഴെ കടയിൽ കിടക്കുന്ന ഈ ജാതികളാണല്ലോ, അവരുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് കുറച്ച് പ്രവാചകന്മാരായ ദൈവദാസന്മാരെ ഒക്കെ വിളിച്ച് ശുശ്രൂഷിച്ചു. അപ്പം അതിലൊരു ദൈവദാസൻ പറഞ്ഞു, ഈ അന്ന് അവിടുത്തെ ഉന്നതന്മാരായ ചില വ്യക്തികളൊക്കെ അവിടെ കടന്നു വന്നു. ഈ കൂട്ടായ്മയ്ക്ക് കടന്നു വന്നപ്പം അന്ന് ആ ദൈവദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇതിന്റെ കിഴക്ക് വശത്ത് ഒരു വലിയ വിലാപയാത്ര നടക്കുമെന്ന്. അപ്പം എല്ലാരും കൂടെ അടിക്കാൻ കൂടി. അങ്ങനെ പറഞ്ഞപ്പോ, വിലാപയാത്രയ്ക്കാണോ ഇവിടെ വന്നിരിക്കുന്നത്? യേശു എല്ലാവരുടെയും കൊലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പം ഇവർക്കൊക്കെ ഭയങ്കര ദേഷ്യമായി. എന്നാൽ ഈ സാധുക്കളെ എല്ലാവരെയും അടിക്കുമെന്നാണ്. അന്നേരം ഒരാൾ പറഞ്ഞു, ഏതായാലും പറഞ്ഞ 7 ദിവസം ഉണ്ടല്ലോ, അവർ പറഞ്ഞ അനുസരിച്ച് 7 ദിവസം കഴിയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 7ാമത്തെ ദിവസം ആയില്ല, 6 ദിവസം കഴിഞ്ഞപ്പം അവിടെ ആ പള്ളിയിൽ താമസിക്കുന്ന അച്ഛൻ മരിച്ചു. അടുത്ത ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛൻ മരിച്ചു. ഒരു വലിയ കിഴക്ക് വശത്തൊരു വലിയ വിലാപയാത്ര നടന്നു, അവിടെ അടക്കം ചെയ്തു. എല്ലാവരും വിശ്വസിക്കാൻ ദൈവം ഇടയാക്കി. ആ ദേശത്തുള്ള ചില ഉന്നതന്മാർ വിശ്വസിക്കാൻ ഇടയായി. മർത്തോമായിലാണേലും കൂട്ടായ്മ അവിടെ ഉണ്ടാകാൻ തുടങ്ങി. ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനം പ്രാർത്ഥിക്കുന്നവര് എഴുന്നേറ്റു. പലയിടങ്ങളിൽ നിന്ന് ജനം എഴുന്നേക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങി. അപ്പം എന്നെ പിന്നെ വിടുന്ന കാര്യത്തിലാണ് പ്രശ്നം അവർക്ക്. ഞാൻ പോകുന്ന കാര്യത്തിലാണ് പ്രശ്നം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആങ്ങളമാരെല്ലാം എതിർപ്പ്, 4 പേരും എതിർപ്പ്, അപ്പൻ എതിർപ്പ്. എങ്കിലും ഞാൻ
ഒന്നും കൂട്ടാക്കിയില്ല. ഞാൻ പോയി. ഇതിനെയൊക്കെ വകവെച്ച് എന്ത് വന്നാലും വേണ്ടിയല്ല, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് ഞാൻ മുൻപോട്ടിറങ്ങി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ സ്നാനപ്പെടുമെന്ന് തീരുമാനിച്ച് 89 ഞാൻ പോയി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രതികൂലമായി. പ്രതികൂലം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ അറിഞ്ഞ് തോട്ടി മുങ്ങിയോളെന്ന് എനിക്ക് പേരിട്ടു അന്ന് തന്നെ. അത് കഴിഞ്ഞേച്ച് വന്ന അപ്പൻ ഞാൻ കയറി വരുന്നത് കണ്ട് ഒറ്റയടിക്ക് എന്നെ താഴെ ഇട്ടു. എൻ്റെ മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒക്കെ ചോര വന്നു. എങ്കിലും ഞാൻ വീണെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര, എൻ്റെ കുഞ്ഞിനെ കൊന്നതെന്ന് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അപ്പൻ ഓടിച്ചെന്ന് ഒരു വലിയ പത്തൽ എടുത്തോണ്ട് വന്നു. ഇന്ന് ഏതായാലും ചത്തല്ലോ, കൊല്ലുക എന്ന് തീരുമാനിച്ചു. എങ്ങനെ ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മ എന്നെ മുഖം കഴുകി ഓടിച്ചു, പുറകെ കൂടെ ഓടിച്ചു വിട്ടു. ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞുഞ്ഞ് എന്ന് പറയുന്ന ആളുണ്ട്. ആ കുഞ്ഞുഞ്ഞേട്ടൻ്റെ ഭാര്യ മർത്തോമാക്കാരത്തിയാ. അവർക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും പോകാനും വരാനും ഒക്കെ താല്പര്യമാണ്. പക്ഷെ അവരും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് അതുകൊണ്ട് എങ്ങും പോകാനോ ഒന്നിനും പറ്റത്തില്ല. അവരെന്നെ കട്ടിലിന്റെ കീഴെ കയറ്റി ഒളിപ്പിച്ചു. അങ്ങനെ ഞാൻ അവരുടെ കട്ടിലിന്റെ കീഴിൽ കയറി അന്ന് രാത്രി പിറ്റേ ദിവസവും വെളുപ്പിച്ചു. ആരും കാണരുതെന്ന്. എന്നെ കണ്ടില്ല. അപ്പം അവൾ എവിടെയെങ്കിലും പോയതാണോ എന്നോ ആയിരിക്കും എന്ന് അമ്മ പറഞ്ഞു. പോയ പുള്ളി ഇനിയും ഇതിലെ വരികയല്ലോ, അങ്ങനെ പോയതായിരിക്കും എന്ന് അപ്പം വിചാരിച്ചു. എന്നാൽ വീണ്ടും ഞാൻ അവിടുന്ന് ഈ ദൈവസന്മാരുടെയൊക്കെ വീടുകളിലേക്ക് പിറ്റേ ദിവസം ഞാൻ പോകാനിടയായി. അന്നാ സ്നാനപ്പെട്ടപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് എന്നോട് പറഞ്ഞു, ഒരു സിംഹം നിന്റെ നേരെ അലറി വരുന്നുണ്ട്, നീ ഭയപ്പെടണ്ട, ധൈര്യത്തോടിരുന്നോ, കർത്താവ് നിന്നെ പരിപാലിച്ചോളൂ, നിന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ അനുഭവത്തിലായി ഓരോന്നും. ആ കൊച്ചു കുഞ്ഞാണെങ്കിലും അവള് അന്ന് 12 വയസ്സ് പോലും ഇല്ലാത്ത ഒരു കൊച്ച, 4 പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു അന്ന് പറഞ്ഞത്. ആ കുഞ്ഞ് പറഞ്ഞതുപോലെ എനിക്ക് സംഭവിച്ചു. അതിനുശേഷം ഞാൻ ഓരോ സ്ഥലത്ത് പോകാനിടയായി. ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ താമസിച്ചു. തിരുവല്ലയിൽ ഒരു വീട്ടിൽ പോയി കുറെ നാൾ അവിടെ താമസിച്ചു. അവിടെ താമസിച്ച് അവരുടെ ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു. അതും എനിക്ക് പ്രതികൂലമായി. കാരണം കുറെ നാള് നിന്ന് കഴിയുമ്പോഴത്തേക്ക് പല വിധത്തിലുള്ളതായ പോരാട്ടങ്ങളാണ്. നമുക്ക് മുൻപോട്ട് ഒരു തരത്തിലും വിശുദ്ധിയോടോ വേർപാടോടോ ഒന്നും ജീവിക്കാൻ കഴിയാത്ത പലവിധ ബന്ധനങ്ങളും തടസ്സങ്ങളുമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എങ്കിലും കർത്താവിനെ സൂക്ഷിച്ചെന്ന് പറയട്ടെ. അത് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഒക്കെ വിവാഹം കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞു. 5 പേരും വിവാഹം കഴിഞ്ഞപ്പോൾ 6ാമതാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. 5 പേരെ ഇളയത്തുങ്ങളെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇളയത്തുങ്ങളെ കല്യാണം കഴിപ്പിച്ചു, എനിക്ക് വേണ്ട. ഉടനെ ഇവര് പറഞ്ഞു, അങ്ങനെയുള്ളവരെ കെട്ടാൻ വേണ്ടിയാ ഇവള് പോയതെന്ന്. അന്ന് ഞാൻ പറഞ്ഞു, എന്നെ ഒരുപാട് കല്യാണക്കാരെ കൊണ്ടുവന്ന് സമുദായത്തിൽ നിന്നുള്ളവരെ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി കർത്താവ് ഒരു വ്യക്തിയെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഉള്ള ഒരു വ്യക്തിയെ ദൈവം എനിക്ക് വേണ്ടി തരും, ഇല്ലെങ്കിൽ വേണ്ട, അല്ല ഞാൻ ഇതിന് പോകത്തില്ല എന്ന് പറഞ്ഞു. എന്ന് നിങ്ങൾ കൊണ്ടുവരുന്നോ അന്ന് ആ കാര്യം നടക്കുകയുള്ളൂ. അത് വാഴമുട്ടി കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു ദൈവഭക്തനായിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വാഴമുട്ടി കിടക്കുന്ന വീടോ സ്ഥലമോ ഒന്നുമില്ലെങ്കിലും വാഴമുട്ടി കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, ഒരു ദൈവഭക്തനായിരിക്കണം. ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവരോട്. ദൈവഭക്തനല്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്കത് വേണ്ട. രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, സ്നാനപ്പെട്ടവനായിരിക്കണം, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവഭക്തനായിരിക്കണം. വിദ്യാഭ്യാസമോ പാരമ്പര്യമോ ഒന്നും ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം
ഞാൻ വയനാട്ടില് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം എനിക്കൊരവസരം തന്നു. ഞാൻ വയനാട്ടിലേക്ക് പോരുന്നു. വയനാട്ടിലേക്ക് പോരുന്ന 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം എനിക്ക് വന്നു. ഇങ്ങനെ ഒരു ആലോചന ഇവര് തന്നെ കൊണ്ടുവന്ന, എൻ്റെ ആങ്ങളമാര് തന്നെ ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, വയനാട്ടിൽ ഞാൻ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ മനസ്സുള്ളവനാണെങ്കിൽ എനിക്ക് മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ഈ വ്യക്തി തന്നെ അന്ന് വന്നില്ല. ഇതറിഞ്ഞപ്പം വന്നില്ല. പിറ്റേ വർഷം, ആ 1 വർഷം അങ്ങനെ അങ്ങ് പോയി. പിറ്റേ വർഷം വീണ്ടും ഇത് തന്നെ വന്നു, കല്യാണം. അത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇവിടെ വയനാട്ടിലാണ്. അപ്പൊ എൻ്റെ വീട് എരുമേലില്ല. ഞാനിവിടെ വയനാട്ടിൽ ഇരുന്നപ്പോ പിറ്റേ വർഷം അതേ സമയമായപ്പോ ഒരു മാർച്ച് മാസം, ഫെബ്രുവരി മാസം ആയപ്പോ വീണ്ടും ആ വിവാഹം വന്നു. എടി അന്ന് വന്നതാ. ഞാൻ പറഞ്ഞ അന്ന് വന്നതിന് ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയത്തില്ലല്ലോ. അന്ന് വന്നതായിരുന്നു. കഴിഞ്ഞ വർഷം നിന്നോട് പറഞ്ഞില്ലേ വരാൻ, ആ ആള് തന്നെയാണ്, ഈ പ്രാവശ്യം നടക്കും, നീ വാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചില ഡിമാൻഡ് ചെയ്ത്, ഇപ്പൊ എനിക്ക് വേണ്ട. ഞാനും ഡിമാൻഡ് വെച്ചു, ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ആളെ മതിയെന്ന്. അപ്പം അതിന് സമ്മതിച്ചു. അപ്പം ഇവരോട് പൈസ, ഈ കാരണന്മാരോട് പൈസ വെച്ച് കാരണന്മാര് പറഞ്ഞു, ഞാൻ 5000 രൂപയും 5 സെന്റ് സ്ഥലവും കൊടുക്കാമെന്ന്. ആകെ ഇവർക്ക് 15 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഈ 7 മക്കൾക്കും വേണം. എനിക്ക് 5 സെന്റ് സ്ഥലം. കാരണം ഞാനാണ് അവിടെ നിന്ന് കഷ്ടപ്പെട്ടത് മുഴുവനും. അവിടെ നിന്ന് എൻ്റെ വീട്ടിന് വേണ്ടി ചെലവാക്കിയതും എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെതാ. അതുകൊണ്ട് അവര് പറഞ്ഞു, എനിക്ക് 5 സെന്റ് സ്ഥലവും പിന്നെ 5000 രൂപയും കൊടുക്കാമെന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ഇതൊക്കെ കൊടുക്കുമായിരിക്കും, ശരിയാണെന്ന്. പക്ഷെ അനിയത്തിമാരെ ഒന്നും കെട്ടിച്ചിട്ട് ഇവര് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമില്ല ചെയ്യുമെന്നുള്ളത്. അത് വെറുതെ പറയുകയാണെന്ന് ഉള്ളത് എനിക്കറിയാം. ഞാനത് എങ്ങനെയോ നേരത്തെ ഈ പുള്ളിയോട് പറഞ്ഞു, ആ പറച്ചിലല്ലാതെ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ പറയുന്നതല്ലാതെ പ്രതീക്ഷിച്ച് വരണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്തെങ്കിലും ഇച്ചിരിയാലും കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നും കൊടുത്തില്ല. കർത്താവിന്റെ കരം നോക്കിക്കേ. എൻ്റെ ദൈവം അതൊക്കെ ചെയ്തത് എൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നു. അതൊക്കെ ചെയ്തതൊക്കെ കർത്താവ് നന്മയ്ക്ക് വേണ്ടി ചെയ്ത. അവരുടെ 5 സെന്റ് സ്ഥലത്തിനോ 5000 രൂപയ്ക്ക് വേണ്ടിയോ പിടിച്ചും കടിച്ചു തൂങ്ങി ഞങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഒന്നും അല്ലാത്തവരായി മാറിയേനെ. ഒന്നും വേണ്ട, കർത്താവ് ഞങ്ങൾക്ക് തരും എന്ന് ഉള്ള വിശ്വാസത്തില് ഇറങ്ങി തിരിച്ചു. 36 വീടുകൾ മാറി മാറി താമസിക്കേണ്ടി വന്നു. വാടക വീടുകൾ പലയിടത്തു നിന്ന് ഇറക്കി വിട്ടു. 3 പൊടിക്കുഞ്ഞുങ്ങൾ. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പം, ഒരിടത്തു നിന്ന് ഇറക്കി വിട്ട് വീട്ടിൽ ചെന്നപ്പം ഈ ആങ്ങളമാരും 3 കൂടെ വന്നേച്ച്, 2 ആങ്ങളമാരും കൂടെ വന്നേച്ച് ഈ 3 കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഭിത്തി ഇടിച്ചിട്ട് കൊല്ലും എന്ന് പറഞ്ഞു. അന്ന് ഈ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഭിത്തി ഇടിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൃപയാൽ ഞാൻ അവിടെ നിന്ന് അങ്ങ് ഈ പുള്ളി താമസിക്കുന്നിടത്തായിട്ട് പോയി. അത് നീലൂർ പുള്ളിയുടെ വീടാ. അവിടെ ചെന്ന് പുള്ളിയെ കണ്ടുപിടിച്ച് അവിടെ താമസിക്കാൻ അവിടെ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കി. എന്നിട്ട് കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുറമ്പോക്ക് സ്ഥലമുണ്ട്. അവിടെ പോയി ഒരു ഷെഡ് വെച്ച്, ഒരു ചെറിയ ഷെഡ് അവിടെ പാർത്ത് ഞാൻ ഈ 3 പൊടിക്കുഞ്ഞുങ്ങള് എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. ഒന്നിന് 3 വയസ്സ്, 3 വയസ്സ് ഉള്ളതിൻ്റെ ഇളയതിന് 2 വയസ്സ്, 2 വയസ്സുള്ളതിൻ്റെ ഇളയത് അവന് 2 വയസ്സായപ്പോഴാണ്, 2.25 വയസ്സായപ്പോഴാണ് ഇളയതുണ്ടായത്. അങ്ങനെ 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ഫേബയ്ക്കപ്പോഴത്തേക്ക് 4 വയസ്സായി. ഈ പൊടിക്കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് എനിക്ക് ഒരു മലയുടെ മണ്ടയ്ക്കത്
ആ മലയുടെ മണ്ടയ്ക്ക് വെള്ളമില്ല, യാതൊരു സൗകര്യമില്ല. ഈ കുഞ്ഞു ഷെഡിനകത്ത് കിടന്നു. ദാരിദ്ര്യമാണെങ്കിൽ അത് അതിനേക്കാട്ടിൽ. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ട പോലെ ആഹാരം കൊടുക്കാനോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം. വാടക വീട് വാടക ഓർത്ത് പോയതാ. വാടകയ്ക്ക് എവിടെ ആരാ താമസിപ്പിക്കുന്നത്? പൈസ കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് പലരും ഇറക്കി വിട്ടത്, വാടക കൊടുക്കാൻ നിവർത്തിയില്ലാഞ്ഞതുകൊണ്ട്. എന്തായാലും ഇറങ്ങി തിരിച്ചു വീണ്ടും ഞങ്ങള് അവിടുന്ന് വയനാട്ടിൽ വന്നു. ആ ഇടയ്ക്കൊക്കെ അവിടെ കുറെ നാൾ അവിടെ ഇവിടെയൊക്കെ പോയി സുവിശേഷമൊക്കെ പറയുകയും, നാട്ടിലായിരുന്നപ്പം കുറെ ഇടങ്ങളിലൊക്കെ പോയി സുവിശേഷം പറയുകയൊക്കെ ചെയ്തെങ്കിലും ഒരു സഭയോ ഒന്നും ഇല്ലായിരുന്നോണ്ട് അവിടുന്ന് പോരേണ്ടി വന്നു. എന്തായാലും വീണ്ടും ഒത്തിരി കഷ്ടങ്ങൾ, അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആഞ്ഞടിച്ചു. വീണ്ടും ഞങ്ങള് വയനാട്ടിൽ വന്നു. വയനാട്ടിൽ വന്ന സമയത്താണ്, അതിനു മുമ്പേ ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വയനാട്ടിൽ പോരുന്നു. വയനാട്ടിൽ പോരുന്ന ഇവിടെ കുറെ നാളൊക്കെ ജീവിച്ചു. 90-ലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 92 വരെ ഞങ്ങൾക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. അന്നേരം പറഞ്ഞു, മക്കളുണ്ടായാലും ഇത്രയും പ്രായമായതുകൊണ്ട് മക്കള് അത് മന്ദബുദ്ധികളാകും, ബുദ്ധിയില്ലാത്ത മക്കളോ വികലാംഗരോ ഒക്കെ ആകുമെന്നാണ് അന്നുള്ള ഞങ്ങളുടെ മിഷനറിമാരൊക്കെ ഞങ്ങളോട് പറയുന്നത്. കൂട്ടുള്ള സഹോദരന്മാരും ഒക്കെ പറയുന്ന, പ്രായമായ മാതാപിതാക്കളല്ലേ, അപ്പം പിന്നെ അവർക്ക് ഇനിയും മക്കളുണ്ടായാൽ അത് വികലാംഗരാകും, മന്ദബുദ്ധികളാവും, ഇങ്ങനെയൊക്കെയാ സാധാരണ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്തായാലും 92ആയി. മൂത്ത കുഞ്ഞിന് 2 മാസമായി, 3 മാസമായി. 4ാമത്തെ മാസമായപ്പോഴാണ് ഈ എൻ്റെ പ്രിയപ്പെട്ടവന് ഒരടി കൊള്ളുന്നത്, RSSകാരുടെ അടി കൊള്ളുന്നത്. മൂത്ത കുഞ്ഞിന് 4ാം മാസം വയറ്റിലായപ്പോഴാണ് അടി കൊള്ളുന്നത്. അത് എന്ത് പ്രശ്നമാണെന്ന് അറിഞ്ഞ ആദിവാസികളായ 10, 40, 50 പേരോളം അന്ന് ആരാധനയ്ക്ക് വരുമായിരുന്നു. ഈ ആരാധനയുടെ നടുവിൽ കുറച്ച് 2 സിസ്റ്റർമാരും വരുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അന്ന് രാത്രിയിൽ ഞങ്ങൾ ഓർത്തു, ഇതിന്റെ പ്രസിഡന്റ് വല്ലതും വന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അതായിരിക്കും എന്നാണ് ചിന്തിച്ച് രാത്രി 12:45 തോമാച്ച എന്ന് വിളി കേൾക്കുന്നു. അപ്പം എനിക്ക് വലുതായിട്ട് ഉറക്കം വന്നില്ല. ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ടു. തോമാച്ച എന്നുള്ള വിളി ഞാൻ കേട്ട് ഇങ്ങനെ കിടക്കുക. ഞാൻ ഉടനെ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് പുള്ളി ഭയങ്കര ഉറക്കത്തിലായിരുന്നു, ചാടി എണ്ണീച്ചു. അതിന്റെ ഒരാഴ്ചക്ക് മുമ്പേ ഞാനൊരു ദർശനം കണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ അടി കൊണ്ട് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു രംഗം. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, RSSകാര് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് അടി കൊണ്ട് ഇങ്ങനെ ചോര ഒലിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മറ്റുള്ളവരാലുള്ള അടിയാന്നാ ഞാൻ കണ്ടത്. അപ്പം ആ രക്തം ഒലിച്ച് ഇങ്ങനെ നിൽക്കുന്ന, തല ഇങ്ങനെ ചാഞ്ഞു പോകുന്ന ആ രംഗം ഞാൻ കണ്ടതാ. അത് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് തോന്നിയതായിരിക്കും. എന്നാൽ ഒറ്റയാഴ്ച കഴിഞ്ഞുള്ളൂ. പിറ്റേ ആഴ്ചയിൽ ഇത് സംഭവിക്കുക. അടി കൊണ്ട് ചാഞ്ഞ് 3x3 പട്ടികയിൽ ആണി വെച്ചിട്ടുണ്ട്. ആ ആണി വെച്ചാണ് ഇവരടിക്കുന്നത്. അപ്പം പുള്ളിക്കാരന്റെ കൈയുടെ ഇവിടെ തളർന്നു, ഒറ്റയടിക്ക് തന്നെ. കൈ ഇങ്ങനെ 2 പ്രാവശ്യം പൊക്കിയത് കൊണ്ട് ആ കൈയുടെ ഈ കുഴി അടിച്ച് തളർത്തി. ഒരു കൈ തളർന്നു. അന്നേരം പിന്നെ ഈ കൈ പൊക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വന്ന അടി ഇവിടെ ഇങ്ങനെ കൊണ്ടു, ഇവിടെ 6 സ്റ്റിച്ചായി. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ ഈ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അങ്ങേ മുറിക്കകത്തുനിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ 2 സഹോദരിമാര്, ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരുണ്ടായിരുന്നു. അതില് ഒരാൾ ഇറങ്ങി വന്നപ്പം അവള് കാണുന്നത് അച്ഛൻ ഇങ്ങനെ രക്തം ഒലിച്ച് ഇവന്മാരിങ്ങനെ അടിക്കുന്നതുമായിട്ടാ കണ്ടത്. ഇവള് പെട്ടെന്ന് അച്ചായ എന്ന് വിളിക്കുകയും
ഇച്ചിരി പൊക്കമുള്ള ആളായിരുന്നു അവള്. മിനിയെന്നാ പേര്. ഇപ്പം IPSലെ ഒരു ദേവദാസൻ വിവാഹം കഴിച്ച് അവർ ആന്ധ്രയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ നാളായി ഞങ്ങൾ കണ്ടിട്ട്. എങ്കിലും അവൾ ഇറങ്ങി വന്നു ഈ 2 പേരുടെയും കഴുത്തിന് കെട്ടിയത്, കഴുത്തിന്റെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കുകയും അവന്മാര് പുറകോട്ട് മാറി ഇവക്കിട്ട് ഒരൊറ്റ അടി കൊണ്ടത് അവിടെ തലയുടെ നെടുക അടിച്ചത്. അത് ഈ 2 പട്ടികയും കൊണ്ട് അത് അതിന് ആണി ഉണ്ടായിരുന്നു. അത് കാരണം ആ അടി അവിടെ ഈ സൈഡിൽ കൂടെ, തലയുടെ ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് 12 സ്റ്റിച്ചായി. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്നു. ഈ കതക് ഇവന്മാരപ്പോഴത്തേക്ക് വെളിയിൽ ഇറങ്ങി. കതക് ഞാൻ പെട്ടെന്ന് അടയ്ക്കാനായിട്ട് ചെന്നപ്പോൾ എനിക്കിട്ട് ഒരടി കൊണ്ടു. ആ അടി എൻ്റെ കൈക്കിട്ടാ കൊണ്ട്. എന്നാലും എനിക്ക് അത്രയും കുഴപ്പം വന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ കുറ്റിയിട്ടു. ഞങ്ങൾ കാറി അവിടെ ചുറ്റുപാടുണ്ടായിരുന്നവർ ഇറങ്ങി വന്നു. ഇവരെ ആശുപത്രി കൊണ്ടുപോയി. ദൈവം എന്തായാലും അതിൽ നിന്നൊരു വിടുതൽ കൊടുത്ത്. അച്ഛൻ്റെ കൈക്ക് മാത്രം കുഴപ്പമായി. അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കൈ അങ്ങ് തളർന്നു പോയി. ആ കൈ പൊക്കാനോ ഒരു തുണി പിടിയാനോ ഭക്ഷണം വാരി തിന്നാനോ ഒന്നിനും കഴിയത്തില്ല. ഒരാൾ വേണം എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ. ഈ ഒറ്റ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട പോലെ ഭക്ഷണം വാരി കഴിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരവസ്ഥ വന്നു. അന്നത്തേക്ക് അവിടെ 10-50 പേരോളം ആരാധനയ്ക്ക് കൂടി വരുമായിരുന്നു ഞങ്ങളുടെ അവിടെ. എന്നാലും ആരും സ്നാനപ്പെട്ടവരില്ല എങ്കിലും 10-50 പേര് ആരാധനയ്ക്ക് കൂടി വരുന്നത് ഇതൊരു വലിയ സന്തോഷമായിരുന്നു. ഏത് നേരത്തും ഞങ്ങൾ ഫീൽഡില്ല. പിന്നെ സമയമുള്ളപ്പോൾ എല്ലാം ഉപവാസവും, ചില ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയാണ്. അങ്ങനെ കഴിഞ്ഞു. എന്തായാലും ഈ അടി കൊണ്ട് കൈ ഇങ്ങനെ തളർന്നു. ആശുപത്രിയിൽ നിന്ന് വന്നു. ഒരാഴ്ച അങ്ങനെ ഇരുന്നേച്ച് പിറ്റേ ആഴ്ച ദൈവാത്മാവ് ഓർപ്പിച്ച് 7 ദിവസം ഉപവാസിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു 21 ദിവസം ഉപവസിക്കാൻ. അപ്പം പുള്ളിക്കാരന് 21 ദിവസം ഉപവസിക്കാൻ തീരുമാനമെടുത്തു. ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം വലിയൊരു വിഷമം തോന്നി എല്ലാവർക്കും. ഈ രക്തം ഇത്രയും പോയതായതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വലിയ ഒരു വിഷമത്തിലിരിക്കുക. കയ്യും ഇങ്ങനെ വയ്യ. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും നമുക്ക് സാമ്പത്തികമില്ല. ഞങ്ങളും വളരെ ഞെരുക്കത്തിലാണ് കഴിയുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരാഴ്ച ചില സഹോദരിമാരൊക്കെ ഞങ്ങളോട് കൂടെ വന്ന് ആരാധിക്കാനിരുന്നു. 1-2 ദൈവദാസന്മാർ വന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 19ാമത്തെ ദിവസം ആരാധിച്ച് ഒരു നല്ല ദൈവശക്തി ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അച്ഛൻ കൈയെടുത്ത് അടിച്ചു. കൃപയാൽ ആ കയ്യ് പിന്നെ താത്തിടേണ്ടി വന്നില്ല. കൃപയാൽ അത് സൗഖ്യമായി. അന്ന് രാത്രി സൗഖ്യമായതാ. ഇതുവരെയും ആ കൈക്ക് പിന്നെ ഒരു കുഴപ്പം വരുന്നില്ല. ഇന്നും ആ കൈ കൊണ്ട് മരത്തെ കയറും. ഇന്ന് ഇത്രയും പ്രായമായെങ്കിലും ജോലികൾ ചെയ്യും, വിറക് വെട്ടിക്കീറും, എന്തെല്ലാം ആ കൈ കൊണ്ട് ചെയ്യാമോ അതെല്ലാം ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ ആഞ്ഞടിച്ചു. സംഘടനകളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന് പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ ആഞ്ഞടിച്ചു. എങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. വളരെ വിഷമത്തിലും പ്രയാസത്തിലുമായി. എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ. എന്നാൽ ഇവരുടെ വീട്ടിൽ ചെന്ന്, അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കുറേ ദിവസമെങ്കിലും താമസിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ വീട്ടില് ചേട്ടന്മാരൊക്കെ മുന്നേ മരിച്ചു. പിന്നെ ഒരമ്മയും പെങ്ങന്മാരും ഉള്ളത്, 2 പെങ്ങന്മാരും. ഒരു പെങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ ചെല്ലുന്നതും താമസിക്കുന്നതൊക്കെ. അവർക്ക് മക്കളൊന്നുമില്ല. എന്നാൽ അവര് ഞങ്ങൾക്കൊരു ആശ്വാസമാകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചാണ് അവരുടെയൊക്കെ വീടുകളിൽ ചെല്ലുന്നത്. അമ്മ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത്. ഒരു ദിവസം ചെന്നപ്പോ അവരുടെ അച്ഛന്മാർ, അവരുടെ പള്ളിക്കാരൊരു വീട് അവർക്ക് കൊടുത്തത് കൊണ്ട് ആ വീട്ടില് പണിതുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ ചെല്ലുന്നത്. പണിതുകൊണ്ടിരിക്കുന്നതാണെങ്കിലും
ഒരു മുറിയെല്ലാം സിമെന്റ് ഇട്ടു, മറ്റേ മുറി ഇങ്ങനെ സിമെന്റ് ഇടാൻ ആ മിറ്റിൽ വിരിച്ചിട്ടേക്കുക. അപ്പൊ മിറ്റിൽ വിരിച്ചിട്ടേക്കുന്നിടത്ത് 2 കട്ടിലുണ്ട്, മറ്റേ റൂമിലുണ്ട് 1 കട്ടില്. അപ്പം ഞങ്ങളും കുഞ്ഞുങ്ങളും കൂടെ ചെന്നപ്പോ ഞങ്ങൾക്ക് ആ മിറ്റിലിനകത്ത് ഒരു പായിട്ട് തന്നു. ഈ 3 പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് ചെന്നപ്പോ. അപ്പൊ ഞങ്ങൾക്ക് അതൊരു വലിയ വിഷമം. ദൈവമേ, ഞങ്ങൾ ഇവിടെ കയറി വന്നിട്ടാണല്ലോ ഞങ്ങൾക്ക് ഈ മിറ്റിലിനകത്ത് പായിട്ട് തന്നെ, വേറെ ഒരു തുണി പോലും ഇല്ല വിരിക്കാൻ. ആ രാത്രിയില് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അതിനകത്ത് തന്നെ കിടത്തി. എന്നെ ഇളയ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കയറ്റി കുറച്ചു നേരം കിടത്തും. അത് കരയുമ്പം ഞങ്ങളേറെ എഴുന്നേറ്റിരുന്നു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞുകൂടി. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഈ കുറിഞ്ഞിലേ പോയി ഈ ഷെഡ് വെക്കുന്നത്. അങ്ങനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് വയനാട്ടിൽ വരണമെന്ന് തന്നെ ദൈവാത്മാവ് ഇങ്ങനെ പ്രേരിപ്പിച്ചു. അവിടെ കുറെ നാൾ പാർത്തെങ്കിലും അവിടെ ചില സഭകളിൽ 10-40 പേരൊക്കെ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന് പല സഭകളിലും ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വയനാട്ടിൽ പോരണമെന്നുള്ള തോന്നുന്നത്. എന്നാൽ വയനാട്ടിൽ വന്നു വീണ്ടും വയനാട്ടിൽ വന്ന് ഒരു സ്ഥലത്ത് താമസിച്ചു. അവിടുന്ന് പോകേണ്ടി വന്നു. എന്നാൽ വേറൊരു സംഘടനയെ ചേർത്ത് പോകാമെന്ന് കണ്ടു. അവിടെയും എന്നും ഇങ്ങനെ പോരേണ്ടി വന്നു. എല്ലാ സംഘടനകളോടും എല്ലാവരുടെയും നടത്തിപ്പിനനുസരിച്ച് യോജിക്കുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് അവിടെ നിന്നൊക്കെ പോരേണ്ടി വന്നു. നമ്മൾ കീഴ്പ്പെട്ടു അനുസരിച്ചും ഞാൻ പോകുന്നത് പോലെ പുള്ളി അങ്ങനെ പോകാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയല്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ പുള്ളി ആരെയും അംഗീകരിക്കത്തില്ല. ആ വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വന്നാൽ പുള്ളി അതിനെ തിരസ്കരിക്കും. അങ്ങനെയായി. എന്തായാലും ഒരു സംഘടനക്കാർ വന്ന് ഇവിടെ 20 സെന്റ് 10 സെന്റ് എന്ന് പറഞ്ഞിടത്ത് 20 സെന്റ് സ്ഥലം മേടിച്ചു. അതിനെല്ലാം സഹായികൾ അന്നേ ഞങ്ങൾ തന്നെയായിരുന്നു. ഇവിടെ പാർക്കാനിടയായി. ഇവിടെയും പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി, ഒത്തിരി പ്രതികൂലങ്ങൾ. ഇത് ആടി ഒലഞ്ഞ് എങ്ങനെ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഈ പടക് മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ച പല ആവർത്തിയുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ നാമം നിമിത്തം ഇത് തകർന്നു പോകും. യേശു പടകിൽ ഇല്ലാഞ്ഞിട്ടല്ല, യേശു പടകിലുണ്ടെങ്കിലും ഈ കാറ്റിൽ ഞങ്ങൾ വീണു പോകുമെന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ച സമയങ്ങള്. എന്നാൽ കർത്താവ് അവിടെ നിന്നൊക്കെ വിടുവിച്ചു. ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആലോചനയാൽ നടത്തുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള ദൈവീയ വാഗ്ദത്തങ്ങൾ. ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ പോകുമ്പോഴൊക്കെ പരാജയത്തിലേക്ക് പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം പോകുമ്പോൾ ദൈവം നന്മയും ഉയർച്ചയും എല്ലാ വിധത്തിലും വഴികളും തുറന്നു തരുന്നു എന്ന് മനസ്സിലാക്കാനിടയായി. പിന്നെയും ഞങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് ഇവിടൊക്കെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചു. ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു. ഈ ദേശത്തൊരു കൂട്ടായ്മ ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ ഈ കൂട്ടായ്മ ഇവിടെ ഇതുവരെയും വളർന്നിട്ടില്ല. ഇവിടെ കൂട്ടായ്മ പല ആവർത്തി തുടങ്ങിയെങ്കിലും ഇവിടെ ഒന്ന് വിശാലതയിലേക്ക് വരുവാനോ ഈ കൂട്ടായ്മ ഒന്ന് വളർന്നു കാണാനോ ഇവിടെ കഴിഞ്ഞില്ല. എന്നാൽ വേറെ പോകുന്നിടത്തൊക്കെ, വേറെ സ്ഥലങ്ങളിലേക്ക് ഇച്ചിരി മാറി പ്രവർത്തനം ആരംഭിച്ചിടത്തൊക്കെ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു. പലയിടത്തും വൈത്തിരിയിൽ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു. അവിടെ 19 പേരോളം വിടുവിക്കപ്പെട്ടു. പിന്നെ കരികുന്നത്ത് വിടുവിക്കപ്പെട്ടു. ഇവിടെ പുൽപ്പള്ളിയില് അനേകര് വിടുവിക്കപ്പെട്ടു. ഇപ്പം മക്കിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. കൃപയാൽ 10, 22, 30 പേരോളം ഇപ്പൊ ഉണ്ട്. ആരാധനയ്ക്ക് കൂടി വരുന്നുണ്ട്, ആദിവാസികളെങ്കിലും. അക്ഷരാഭ്യാസം വലുതായിട്ടില്ല എങ്കിലും അവര് അറിയാവുന്ന രീതിയിൽ പഠിച്ചും തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പൂർണ്ണമായ ഒരു വിടുതലൂടെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പൂർണ്ണമായി അവര് 6 പേരെ കണ്ടേ സ്നാനപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു.
ദൈവത്തിന് മഹത്വം. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളില് 2 പേരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ 3 പേരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. 2 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ബീഹാറില് അവര് പ്രവർത്തിക്കുന്നു. മോന് കുടുംബമായിട്ട് അവിടെ ഉണ്ട്. മോളും അവളുടെ കുഞ്ഞും അവിടെ ഉണ്ട്. ദൈവം അവിടത്തെ ഓഫീസിൽ ഒരു ജോലിയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണ് അവരായിരിക്കുന്നു. ഞങ്ങളുടെ ഇളയ കുഞ്ഞ് അവള് പഠിച്ച ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തിരിഹിതമാണെങ്കിൽ അവള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവളും സമർപ്പിക്കപ്പെടണമെന്നാണ് ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കർത്താവ് അവളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, തുടർന്ന് ഞങ്ങളുടെ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഞങ്ങള് വളരെ കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ഇറക്കി വിട്ടെങ്കിലും കർത്താവിന്റെ കൃപയാൽ ഇവിടെ ഒരു 20 സെന്റ് സ്ഥലവും ഒരു ചെറിയ ഷെഡാണെങ്കിലും ഒരു സ്വന്തമായി ഒരു വീടും ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. അതെല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നെ. ഞങ്ങളിവിടെ അന്യരും പരദേശികളുമാണ്. ഏത് നേരം ഇവിടെ വിട്ടുപോയിച്ച് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. എങ്കിലും കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നു. കഷ്ടങ്ങളിലെല്ലാം കർത്താവ് തുണയായിരുന്നു. അനേക വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ, അനേക വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്നു. അടുത്ത നിമിഷം എന്തായിരിക്കും ഞങ്ങളുടെ ഉപജീവനത്തിന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കുന്നു ഒക്കെ ചിന്തിച്ച സമയങ്ങൾ വളരെ ഉണ്ട്. വളരെ കരഞ്ഞ നിമിഷങ്ങളുണ്ട്. കാറ്റ് ഞങ്ങളുടെ ജീവിത പടവിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഈ പ്രതികൂലത്തിൽ തകർന്നു പോകുമെന്നൊക്കെ വിചാരിച്ച നിമിഷങ്ങളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നു. ഇന്ന് സമാധാനത്തോടെ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങളുടെ ഇളയ കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില്. കൃപയാൽ ഞങ്ങൾ സമാധാനത്തോടെ സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ദാസിയെ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ അറിഞ്ഞ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനുഭവ സാക്ഷ്യം അനേക ജനഹൃദയങ്ങൾക്ക് ഇത് ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വേളയെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പാതകൾ ദോഷത്തിനായിട്ടല്ല, നന്മയ്ക്കായിട്ടാ. നമ്മുടെ കർത്താവ് തിരുവചനത്തിൽ പറയുന്നു, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാ. ഇടുക്കവും ഞെരുക്കവുമുള്ള ജീവിതത്തിലൂടെ കടന്നുപോയാലും വിശാലതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽവേള ഈ ഭൂമിയിൽ നമുക്ക് അധികം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തിരുരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇവിടെ അധ്വാനിക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടത്തില്ല. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ അവൻ നമ്മെ മാനിക്കുന്ന ഒരു സുദിനമുണ്ട്. കർത്താവിന്റെ ദാസിയുടെ അനുഗ്രഹീതമായ സാക്ഷ്യം ഹൃദയത്തെ ടച്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അനേക ഭക്തന്മാര് ആദ്യകാലങ്ങളിൽ കഷ്ടതയിലൂടെ സുവിശേഷ വേല ചെയ്തുവെങ്കിൽ ഇന്ത്യയുടെ നടുവിൽ കൂടെ ഇരുന്ന ദൈവം ഒരു മോശ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഒരിക്കലും അവൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ മോശ കുഞ്ഞിനെ ദൈവം ഫറവോന്റെ കൊട്ടാരത്തിൽ സകലവിധ വിദ്യകളെയും അഭ്യസിപ്പിച്ചിട്ട് അവൻ മരുഭൂമിയിൽ പോയി വീണ്ടും ചില കാര്യങ്ങൾ പഠിച്ച് ഒരു അഭിഷിക്തനായി തീരുവാനിടയായെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ഉദ്ധാരകനാക്കി അവനെ തീർത്തതുപോലെ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും അനേക ജനത്തിന്റെ ഉദ്ധാരകരായി തീരുവാൻ ദൈവദാസിയെ കുടുംബമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിച്ചല്ലോ. അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പ്രേക്ഷകരെ, നിങ്ങൾ ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 3 മക്കളെ കൊടുത്ത് 2 പേരും സുവിശേഷ വേലയില. എത്ര അനുഗ്രഹീതമായ സാക്ഷ്യമാണല്ലേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം 3ാമത്തെ മകളെയും അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് ശക്തമായ കുടുംബത്തെ, ഒരു മിഷണറി കുടുംബം കർത്താവ് ഈ ഭൂമിയിൽ സംജാതമാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലത്തെങ്കിൽ ഈ കുടുംബത്തെ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം
എത്രയൊക്കെ ഒരുമിച്ച് ചേർന്ന കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തിയുടെ സാക്ഷ്യം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇത് കേൾക്കപ്പെടുന്ന ദൈവജനത്തിന് കർത്താവെ സുവിശേഷ വേലയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, സുവിശേഷ വേലയ്ക്ക് ഒരു തീരുമാനമെടുക്കുവാൻ, കഷ്ടതയുടെ നടുവിലും പാടുവാൻ, കഷ്ടങ്ങളിലും പെരുനഷ്ടങ്ങളിലും കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ വിട്ടുകളയാതെ അവിടുത്തെ വേലയിൽ തന്നെ വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. തുടർന്ന് കർത്തൃവേലയിൽ അവർ വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനുമായി ഈ കുടുംബത്തെ ശക്തമായി അങ്ങയുടെ അഭിഷിക്തനെയും അങ്ങയുടെ അഭിഷിക്തിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് കുടുംബമായി വ്യക്തിയായി ശക്തമായി കരങ്ങളിൽ വഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവ് അവരെ ഏൽപ്പിക്കപ്പെട്ട സകല ദൗത്യത്തിലും ഇതുവരെയും വിശ്വസ്തരായിരിക്കാൻ ദൈവം ഇടയാക്കി. പ്രയാസത്തിന്റെ നടുവിലെ ആമേൻ ഉപദ്രവങ്ങളുടെ നടുവിലെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ രോഗസൗഖ്യം നൽകി പ്രതികൂലത്തിൽ കർത്താവരോട് കൂടെ ഇരുന്ന് അവിടെ ദൈനംദിന ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുക. തുടർന്ന് കർത്താവ് നടത്തുവാൻ വിശ്വസ്തനായിരിക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രിയാന്റി ഞങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ഇത്ര അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇടയാക്കിയല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെയൊക്കെയും പ്രാർത്ഥനയും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലുള്ള പ്രാർത്ഥനയിലും ഞങ്ങൾ ഓർക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറാനാഥ.